ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്യുപോർട്ട് CUT. എല്ലാവർക്കും എജ്യുപോർട്ട് CUT ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഒരുപാട് ദിവസമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ, ആദ്യം നമുക്ക് ഉണ്ടായിരുന്ന കാര്യം ഈ സിറ്റി ഇൻറ്റിമേഷൻ എന്താ വരാതെ. സിറ്റി ഇൻറ്റിമേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത ചോദ്യം എന്തായിരുന്നു, ഈ പറഞ്ഞ അഡ്മിറ്റ് കാർഡ് എന്ന് വരുന്നത്. അഡ്മിറ്റ് കാർഡ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും പേർക്കും കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാൽ സാറേ സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പറയുന്നുണ്ടല്ലോ, എന്താണ് ഈ സംഗതി? ഒരുപാട് പേര് ചോദിച്ചു സാറേ ഈ സെൽഫ് ഡിക്ലറേഷൻ എന്താ? നമുക്കറിയാം, നമ്മൾ സ്വയം സാക്ഷ്യപ്പെടുത്തി കൊടുക്കുന്ന സംബന്ധിക്കാണ് ഈ പറയുന്നത് സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കൊടുക്കല്ലേ. അപ്പോൾ നിങ്ങൾ സ്വയം സാക്ഷ്യപ്പെടുത്തി കൊടുക്കാൻ പറഞ്ഞു, ഒരു A4 സൈസിൽ പ്രിൻ്റ് എടുക്കാനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് സംഗതി എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു നടന്ന എല്ലാവർക്കും നിങ്ങളെല്ലാവരും ചോദിച്ചിരുന്ന ഈ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഇവിടെ പറയുന്നത്. വേറെ ഒന്നുമല്ലടാ, സെൽഫ് ഡിക്ലറേഷൻ എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ആദ്യം അത് മനസ്സിലാക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് വരാതെ എന്ത് കിട്ടില്ല? സെൽഫ് ഡിക്ലറേഷൻ കിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കാം. അഡ്മിറ്റ് കാർഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല? സെൽഫ് ഡിക്ലറേഷൻ കിട്ടില്ല. അപ്പോൾ അഡ്മിറ്റ് കാർഡ് വന്നവർക്ക് മാത്രമേ എന്തുള്ളൂ? സെൽഫ് ഡിക്ലറേഷൻ ഇപ്പോൾ വന്നിട്ടുള്ളൂ. അതായത് 13-ാം തീയതി മുതൽ 13, 14, 15, 16 ഈ 4 ദിവസങ്ങളിൽ മാത്രം പരീക്ഷയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമേ ഇപ്പോൾ എന്ത് വന്നിട്ടുള്ളൂ? അഡ്മിറ്റ് കാർഡ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ അഡ്മിറ്റ് കാർഡ് ഉള്ളവർക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ? സെൽഫ് ഡിക്ലറേഷൻ കിട്ടുള്ളൂ. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ സെൽഫ് ഡിക്ലറേഷൻ എങ്ങനെയാണ് അഡ്മിറ്റ് കാർഡ് വഴി നമുക്ക് കിട്ടുന്നത് അത് നോക്കാം. അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന CUT എക്സാമിൻ്റെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ലോഗിൻ ത്രൂ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ പാസ്വേഡ് വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കും. മിക്കവാറും പേരുടെയും 25, 35 എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്പർ ഉണ്ടാവുക. അങ്ങനെ നമ്പർ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും, ആ നമ്പർ കൊടുക്കുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പാസ്വേഡും കൊടുക്കാം. നിങ്ങളുടെ പാസ്വേഡും കൊടുക്കുന്നു. പാസ്വേഡ് ഇപ്പോൾ എഴുതുന്നത് നമ്മളിപ്പോൾ എന്താണ്, CUT @456 എന്നൊക്കെ പാസ്വേഡ് ജസ്റ്റ് കൊടുക്കുന്നു. അത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കാണിച്ചിരുന്ന ക്യാപ്ച കോഡ് X6U627 എന്ന് പറഞ്ഞിട്ട് ഇത് എന്ത് ചെയ്യുന്നു, നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് നേരെ സബ്മിറ്റ് ബട്ടൺ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നേരെ നമുക്ക് എന്ത് സംഭവിക്കും, നേരെ നമുക്ക് ഈ പറഞ്ഞ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നേരെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ മുകളിൽ കാണും. നമ്മുടെ ആ പേജിൽ നമുക്ക് കാണാം, കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രം കേട്ടോ. അപ്പോൾ ഇത് അഡ്മിറ്റ് കാർഡ് വന്നവർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. ഇപ്പോഴും ഞാൻ ആദ്യമേ പറയുന്നു, ഇതുവരെ വന്നിട്ടുള്ളത് ആർക്കാണ്? 13 മുതൽ 16 വരെയുള്ള എക്സാമിലുള്ള ആളുകൾക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, എന്താണ് ഈ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടായിരിക്കുക, ആ കാര്യം മനസ്സിലാക്കുള്ളൂ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, നിങ്ങളുടെ റോൾ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതായത് നിങ്ങളുടെ 25, 35 എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ടല്ലോ, അത് അവിടെ ഉണ്ടാവും. രണ്ടാമതായിട്ട് നിങ്ങളുടെ പേര് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ നിങ്ങളുടെ ജെൻഡറും എന്തായിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇതിന് ശേഷം നിങ്ങൾ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അത് എസ് ആണെങ്കിൽ എസ് എന്നോ, നോ ആണെങ്കിൽ നോ ആണെന്നോ ഇവിടെ ആൻസർ ഉണ്ടാവും. അതിനൊപ്പം തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഈ ആപ്ലിക്കേഷൻ നമ്പർ രജിസ്ട്രേഷൻ നമ്പർ 2 കേട്ടോ. അത് ആദ്യം പറഞ്ഞേക്കാം. റോൾ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും രണ്ടാണ്. നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ നമ്പറാണിത് 25, 35 എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന റോൾ നമ്പർ എന്ന് പറയുന്ന മാറ്റം ഉണ്ടാവും. ഇപ്പോൾ നെറ്റ് എക്സാമിനൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും KL എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവും. KL എന്ന് പറയുമ്പോൾ കേരള സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ നിങ്ങൾക്കും ഒരു റോൾ നമ്പർ ഉണ്ടാവും. അപ്പോൾ റോൾ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും രണ്ടാണ് കേട്ടോ, മനസ്സിലാക്കാം. പിന്നെ അതുപോലെ നിങ്ങളുടെ ഫാദേഴ്സ് ഓർ മദേഴ്സിൻ്റെ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് സ്ക്രൈബ് വേണോ? സ്ക്രൈബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ പറയാതെ തന്നെ അറിയാം, എക്സാം എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്ക്രൈബ് വേണോ വേണ്ടതിൻ്റെ കാര്യം ചോദിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അത് ഏത് ഫോട്ടോഗ്രാഫ് എന്ന് വെച്ചാൽ നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന അതേ ഫോട്ടോഗ്രാഫ് ആയിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ വെരിഫിക്കേഷൻ കണ്ടല്ലോ, നിങ്ങളുടെ ഓതൻറ്റിക്കേഷൻ ചെയ്ത് എങ്ങനെയാണ്. ഇവിടെ ഈ കാൻഡിഡേറ്റ് ഇതിൽ ആധാർ വഴിയാണ് മിക്കവാറും പേര് അത് വെച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ എന്ത് ചെയ്യുക, അത് ആ ഡോക്യുമെൻറ്റ് എന്തായാലും കൈവശം വെക്കുക. പിന്നെ നിങ്ങളുടെ ബാർകോഡിൽ നിങ്ങളുടെ റോൾ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ എന്തായിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇത്രയും കാര്യമാണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടായിരിക്കുക. ഇനി അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഭാഗമാണ് എന്ത് പറയുന്നത്, ഈ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. അവിടെ കൊടുത്തിട്ടുണ്ടാവും അഡ്മിറ്റ് കാർഡിൽ നമ്മുടെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടായിരുന്നു, ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് നമുക്ക് കിട്ടുന്നതായിരുന്നു എക്സാം സിറ്റി ഇൻറ്റിമേഷനിൽ കിട്ടിയത് മലപ്പുറം എന്ന് മാത്രം കിട്ടി. മലപ്പുറം എന്ന് കിട്ടി. എവിടെയാണ്? കേരള അല്ലേ, മലപ്പുറം കേരള എന്ന് കിട്ടി. പക്ഷേ മലപ്പുറത്ത് എവിടെയാണ് സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അഡ്മിറ്റ് കാർഡിൽ അത് കൃത്യമായിട്ട് പറയണമെന്ന് നോക്കിക്കോളും. ആ കുട്ടിയുടെ സബ്ജക്റ്റ് അടക്കം നോക്കിയേ. ഇപ്പോൾ 14-ാം തീയതി എക്സാമുള്ള കുട്ടിയാണ്. 14-ാം തീയതി രണ്ടാമത്തെ ഷിഫ്റ്റിൽ എക്സാമുള്ള ആ കുട്ടിക്ക്, അതായത് 3 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് 3 മണിക്കൂറിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, 3 പരീക്ഷകൾ എഴുതാനുണ്ട്. ഏതൊക്കെയാണിത്? ഒന്ന് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്. ഈ 3 പരീക്ഷകളാണ് ആ കുട്ടിക്ക് എഴുതാനുള്ളത്. ആ കുട്ടിയുടെ റിപ്പോർട്ടിംഗ് ടൈം കറക്റ്റ് പറയണം. അപ്പോൾ ഞാൻ വൃത്തിയായിട്ട് ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, ഈ റിപ്പോർട്ടിംഗ് ടൈം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. അതായത് 2 മണിക്കൂർ മുൻപ്, എക്സാമിൻ്റെ ആക്ച്വലി 2 മണിക്കൂർ മുൻപ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ആ സമയത്തേക്കോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുൻപായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. ഒരിക്കലും എന്ത് ചെയ്യരുത്, ലേറ്റ് ആക്കരുത്. കാരണം പോയാൽ നമ്മുടെ 1 വർഷമാണ് പോകുന്നത്. ഒരു വർഷത്തിൽ 1 തവണ CUT
എക്സാം ഉള്ളൂ. ഇനി അടുത്ത എഴുതണമെങ്കിൽ അടുത്ത വർഷം വരണം. അപ്പോൾ മറക്കണ്ട, കൃത്യം 2 മണിക്കൂർ മുമ്പ് നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നത്, അത് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയുന്നുണ്ട് ഗേറ്റ് ക്ലോസിംഗ് ടൈം എന്ന് പറയുന്നുണ്ട്. അതായത് ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റാതെ നിങ്ങൾ ലേറ്റ് ആയി പോവുകയാണെങ്കിൽ, 1 മണി കഴിഞ്ഞിട്ടും നിങ്ങൾ എത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എത്ര വരെ ടൈം വരുന്നുണ്ട്? 2:30 വരെ തരുന്നുണ്ട്. ഈ 2:30ൻ്റെ ഉള്ളിൽ എക്സാം സെൻറ്ററിൻ്റെ ഗേറ്റ് ഉണ്ടാവും, അത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അവിടെ എത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ നിങ്ങൾക്ക് CUT എന്ന് പറയുന്നത് വെറും എന്താവും, സ്വപ്നം മാത്രമായിട്ട് മാറും. അപ്പോൾ മറക്കണ്ട, 2:30ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ മുൻപ് നിങ്ങൾ അവിടെ എത്തിക്കണം. അപ്പോൾ ഞാൻ പറയട്ടെ, എപ്പോഴും സേഫ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നു, നിങ്ങൾ എപ്പോഴും റിപ്പോർട്ടിംഗ് ടൈം എത്രയാണോ പറഞ്ഞത് ആ സമയത്ത് തന്നെ അവിടെ എത്താൻ നോക്കുക. ആ റിപ്പോർട്ടിംഗ് ടൈം എത്രയാണോ പറഞ്ഞത് ആ സമയത്ത് തന്നെ നിങ്ങൾ എത്താൻ നോക്കുക. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ എക്സാം സെൻറ്റർ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. നമ്മുടെ എക്സാം സെൻറ്റർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് മലപ്പുറം ജില്ലയിലെ തിരൂരുള്ള മൂച്ചിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത്, അഥവാ 10ാം വാർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് റീജിയണൽ എഡ്യൂസിറ്റി എന്ന് പറയുന്ന പ്രദേശത്താണ്, അല്ലെങ്കിൽ ആ സെൻറ്ററിലാണ് എന്ത് ചെയ്യുന്നത്, ഈ കുട്ടിക്ക് എക്സാം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തിരൂര് നോക്കി, ആദ്യം നമുക്ക് ആകെ തന്നിരുന്ന സിറ്റി ഇൻറ്റിമേഷനിൽ മലപ്പുറം ജില്ല മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന് പറയുന്ന പ്രദേശത്ത്, മൂച്ചിക്കൽ എന്ന് പറയുന്ന പ്രദേശത്തുള്ള റീജിയണൽ എഡ്യൂസിറ്റിയിൽ വെച്ചിട്ടാണ് ആ കുട്ടിയുടെ എക്സാം ഉള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. മറക്കരുത്, ഞാനിവിടെ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്, നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കട്ടോ. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിക്ലറേഷനെ കുറിച്ചാണ്. നിങ്ങൾ ചോദിച്ചിരുന്ന സെൽഫ് ഡിക്ലറേഷൻ എന്താണ് സംഗതി നോക്കിക്കൊള്ളാം. ഈ സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം സാക്ഷ്യപ്പെടുത്തി കൊടുക്കണം. അതായത് നമ്മൾ സാധാരണ അപേക്ഷ കൊടുക്കുമല്ലോ. അപ്പോൾ അതിലൂടെ കൊടുത്തിട്ട് നോക്കിക്കോളും, ഇവിടെ കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങളുടെ പേര് ഇവിടെ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ എന്താണ്, നിങ്ങളുടെ അഡ്രസ്സും ഇവിടെ കൊടുക്കാം. അത് നിങ്ങൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്തിട്ടായിരിക്കും അത് വരുന്നുണ്ടാവുക. ഇവിടെ ഈ കുട്ടിയുടെ ഞാൻ എന്താണ്, ആ കുട്ടിയുടെ പ്രൈവസി വെച്ചിട്ട് ഞാൻ വായിച്ചു കളഞ്ഞതാണ്. അപ്പോൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ അഡ്രസ്സും അവിടെ ഉണ്ടായിരിക്കും. അതൊന്നും നിങ്ങൾ പൂരിപ്പിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി എന്താണ്, ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ഐ ഹാവ് റീഡ് ദ ഇൻസ്ട്രക്ഷൻസ്, ഗൈഡ് ലൈൻസ്, ഐ ഹാവ് റീഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, ഇൻസ്ട്രക്ഷൻ ആൻഡ് നോട്ടീസസ് റിലേറ്റഡ് ടു എക്സാമിനേഷൻ അവൈലബിൾ ഓൺ ദ പേജ് ഓഫ് CUTNTA.nic.in എന്ന് പറഞ്ഞ പേജിൽ വന്ന എല്ലാ CUTയുടെ ബന്ധപ്പെട്ട കാര്യങ്ങളും ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അതായത് എക്സാമിന് എന്താ പറയുക, ഈ NTA നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ജാമ്യ വ്യവസ്ഥ നേരത്തെ എഴുതി, അങ്ങനെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കരുത്, അത്രയുള്ള സംഗതി. ഇനി പറഞ്ഞിട്ട് ഐ ഹാവ് read the detailed important instruction for candidates. ഇത് ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ടെന്നാണ് നിങ്ങളോട് പറയാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ സംഗതിയൊന്നുമല്ല, നിങ്ങളോട് ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളും മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അത് മനസ്സിലായിട്ടില്ല എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നേരെ എജ്യൂപോർട്ട് CUT ചാനലിലെ മുൻപുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോക്കാം. ഇനി അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനിയാണ് ഡിക്ലറേഷൻ വരുന്നത് നോക്കിക്കോട്ടോ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫോട്ടോ, ആ ഫോട്ടോ നിങ്ങൾക്ക് തോന്നിയ ഫോട്ടോ ഒട്ടിക്കരുത്. നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്തുണ്ടല്ലോ, ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്തുണ്ടായിരുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ വേണം ഒട്ടിക്കാൻ. ഓക്കെ, ആപ്ലിക്കേഷനിൽ നിങ്ങൾ കൊടുത്ത ഫോട്ടോ വേണം ഒട്ടിക്കാൻ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, നോക്കിയേ, കാൻഡിഡേറ്റ്സ് ഫോട്ടോ സെയിം ആസ് അപ്ലോഡ് ഓൺ ആപ്ലിക്കേഷൻ ഫോം ടു ബി ഫിക്സഡ് ബിഫോർ റീച്ചിങ് ദ എക്സാം സെൻറ്റർ. കണ്ടല്ലോ, എക്സാം സെൻറ്ററിൽ എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഹാൾ ടിക്കറ്റിൽ ആ ഫോട്ടോ ഒട്ടിച്ചിടണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ, സാറേ ഓൾറെഡി ഹാൾ ടിക്കറ്റിൽ ആ ഫോട്ടോ ഉണ്ടാവുമല്ലോ, അതാ ഇവിടെ ഈ ആപ്ലിക്കേഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് സാറ് പറഞ്ഞല്ലോ ഇവിടെ ഫോട്ടോ ഉണ്ടാവുമല്ലോ, പിന്നെ എന്തിനാ സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് പറയുന്നത്, NTA കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ ഫോട്ടോ അവിടെ ഒട്ടിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. അപ്പോൾ ഒരു ഫോട്ടോ ഇവിടെ ഒട്ടിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. അത് നമ്മൾ അപ്ലൈ ചെയ്ത സമയത്തുണ്ടായിരുന്ന അതേ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പ്രിൻ്റ് എടുത്ത് നമ്മൾ ഒട്ടിക്കണം. അത് നമ്മൾ നേരത്തെ എക്സാം ഹാളിൽ എത്തുന്നതിന് മുമ്പ് ചെയ്യണം. ഇനി എക്സാം ഹാളിൽ എത്തുന്നതിന് മുൻപ്, ബിഫോർ റീച്ചിങ് ദ എക്സാം സെൻറ്റർ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, ഇപ്പോഴും പറയുന്നു കൃത്യമായിട്ട് നോക്കുക, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ വെക്കണം. ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇതിപ്പോൾ എൻ്റെ വലത്തെ കൈ, ഇത് എൻ്റെ അടുത്ത കൈ, അപ്പോൾ ഇടത്തെ കൈയിലെ ഈ തമ്പ് ഇംപ്രഷൻ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ പ്ലേസ് ചെയ്തിരിക്കണം. ഓക്കെ, ഈ പറയുന്ന തമ്പ് ഇംപ്രഷൻ ഞാൻ എന്തിനും ഇവിടെ പ്ലേസ് ചെയ്തിരിക്കണം. ഇനി അത് എല്ലാവരോടും പറയാനുള്ള കാര്യമാണ്, നിങ്ങൾ ഈ പറയുന്ന തമ്പ് ഇംപ്രഷൻ അവിടെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്ത് ജസ്റ്റ് പേന കൊണ്ട് കളർ കൊടുത്തിട്ടേ നമ്മൾ സാധാരണ പേപ്പറിലൊക്കെ ചെയ്യുന്ന പോലെ അത് ചെയ്യാൻ കഴിയരുത്. കാരണം അതൊരു വൃത്തിയില്ലാതെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. നമ്മൾ എക്സാമിൽ ഒരവസരമേ ഉള്ളൂ, ആ ഒരു അവസരം നമ്മൾ കളയരുത്. അപ്പോൾ സ്റ്റാമ്പ് പാഡിൽ മുക്കിയിട്ട് നിങ്ങൾ വെക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തോ നിങ്ങളുടെ പരിചയത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ സ്റ്റാമ്പ് പാഡിനെ വെക്കാം. ഇനി ഇത് വെക്കാൻ പറ്റാത്തവർക്കൊരു കാര്യം കൂടി പറയാം, മിക്കവാറും എക്സാം സെൻറ്ററിൽ എന്ത് ചെയ്യാറുണ്ട്, സാധാരണ ഈ സ്റ്റാമ്പ് പാഡ് കൊടുക്കാറുണ്ട്. ഓക്കെ, മിക്കവാറും എക്സാം സെൻറ്ററിൽ സ്റ്റാമ്പ് പാഡ് കൊടുക്കാറുണ്ട്. അപ്പം അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ അത് എടുക്കരുത്, അത് സെക്കൻഡറി ചാൻസ് മാത്രമായിട്ട് കാണാം. പരമാവധി നിങ്ങൾ ഇന്ന് തന്നെയോ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ടത് ഉറപ്പുവരുത്താൻ വേണ്ടി നോക്കാം. ഇനി സ്റ്റാമ്പ് പാഡിൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സാം സെൻറ്ററിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അവിടെ നിങ്ങൾക്ക് തമ്പ് ഇംപ്രഷൻ വെക്കാം. അതൊക്കെ എക്സാമുകൾ കയറുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തെടുക്കേണ്ടതാണ്. ഇനി മറ്റൊരു കാര്യം, എക്സാമിൻ്റെ സമയത്ത് നോക്കിയേ, ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻവിജിലേറ്റർ എന്ന് പറയുന്നത് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് മാത്രം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒപ്പിടണം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷാറൂഖ് ഖാൻ, ഓക്കെ, ഷാറൂഖ് ഖാൻ, ഓക്കെ, ഇങ്ങനെയാണ് ഒപ്പ് എന്ന് വിചാരിക്കാം.
ഷാറുഖ് ഖാൻ പേര് എഴുതിയിട്ട് എന്ത് ചെയ്തു ഒപ്പിടുന്നു. അത് ആരുടെ മുമ്പിലുണ്ട്? ഇൻവിജിലേറ്റർ നിങ്ങളോട് പറയും, അപ്പോൾ മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് സെൽഫ് ഡിക്ലറേഷൻ ആകെയുള്ള കാര്യങ്ങൾ. അപ്പോൾ സിമ്പിളാണല്ലോ സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ. സംഗതി പറഞ്ഞുതരാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോട്ടോ അതിന് നേരത്തെ ഒട്ടിക്കണം, തമ്പ് ഇംപ്രഷൻ വെക്കണം, അത് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ വെച്ചിരിക്കണം. മറ്റൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ സൈൻ ചെയ്യണം. അതെപ്പോഴാണ്? അത് എക്സാം ഹാളിൽ എത്തിയതിന് ശേഷം, എക്സാം തുടങ്ങുമ്പോൾ മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. അല്ലാതെ എന്ത് ചെയ്ത് അതിൻ്റെ മുന്നേ ചെയ്ത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എക്സാം എഴുതുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ ഇവിടെ പറഞ്ഞ സൈൻ എപ്പോൾ ചെയ്യേണ്ടതിന് അത് ഡ്യൂറിങ് ദ എക്സാം ആണ്, മറക്കരുത്. ഇത്രയാണ് നിങ്ങൾ സെൽഫ് ഡിക്ലറേഷൻ കൊടുക്കാനുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? എജുബോർഡിൻ്റെ CUT ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.